സി ആണെങ്കിൽ ഒരു മിനിമം സാലറി എപ്പോഴും അഷ്യൂർഡ് ആണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് കൂടുതൽ പേര് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തപ്പം ഞാൻ CA ചൂസ് ചെയ്യാൻ കാരണം. ഹായ്, ഞാൻ ഷോൺ ജോർജ്. ജാനുവരി 2026 അറ്റംപ്റ്റിൽ CA ഇന്റർ പാസ്സായി. ഓൾ ഇന്ത്യ റാങ്ക് 50 ഉണ്ടായിരുന്നു. +2 സയൻസ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയറും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം +2 കഴിഞ്ഞപ്പം 1-2 കരിയർ ഗൈഡൻസ് ക്ലാസ് കൂടാനിടയായി. അങ്ങനെയാണ് CA കുറിച്ച് കേൾക്കുന്നത്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നല്ലൊരു കോളേജിൽ കിട്ടിയാൽ മാത്രമേ നല്ലൊരു പ്ലേസ്മെന്റ് കിട്ടൂ, നല്ലൊരു സാലറി കിട്ടുള്ളൂ. ബട്ട് CA ആണെങ്കിൽ ഒരു മിനിമം സാലറി എപ്പോഴും അഷ്യൂർഡ് ആണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് കൂടുതൽ പേര് എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തപ്പം ഞാൻ CA ചൂസ് ചെയ്യാൻ കാരണം. +2 സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സിലോട്ട് വന്നത്. അപ്പം ആദ്യം കുറച്ച് പാടായിരുന്നു. പക്ഷേ ലക്ഷ്യയിൽ ആദ്യത്തെ 1-2 മാസങ്ങൾ ബേസ് എടുത്തു തന്നു. അപ്പം ആ ബേസ് ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോഴ്സിനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് വന്നു. എക്സാംസ് എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണം എന്ന് ഉണ്ടായിരുന്നു. അപ്പം ഫൗണ്ടേഷനിലോട്ട് വന്നപ്പം മാക്സിമം ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്നത് തന്നെ പഠിച്ച് പോകാനായിട്ട് ശ്രദ്ധിച്ചു. ഇന്ററിലോട്ട് വന്നപ്പം ഒരു ദിവസം പഠിപ്പിക്കുന്ന അന്ന് തന്നെ പഠിച്ചു തീരാനായിട്ട് മാക്സിമം ശ്രദ്ധിച്ചു. ഇന്ററിന്റെ ക്ലാസ് കഴിയാറായപ്പോഴത്തേക്കും 3 സബ്ജക്റ്റ് ഏകദേശം പഠിച്ചു തീർന്നായിരുന്നു. പിന്നെ അഗെയിൻ 2 മന്ത്സ് സ്റ്റഡി ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മന്ത് ബാക്കി പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനും അതിനുശേഷം ഒരു മോക്ക് ഉണ്ടായിരുന്നു. മോക്കിൽ അത്യാവശ്യം മാർക്ക് ഉള്ളതുകൊണ്ട് എക്സാം ജയിക്കുന്നൊരു കോൺഫിഡൻസ് വന്നു. നെക്സ്റ്റ് മന്ത് എല്ലാ പോർഷനും ഒന്നുകൂടെ റിവൈസ് ചെയ്തു. അങ്ങനെയാണ് CA ഫൗണ്ടേഷനും ഇന്ററും ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാകാൻ സാധിച്ചത്. മോക്ക് ടെസ്റ്റ് എഴുതിയപ്പം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും ഏതൊക്കെ ഭാഗം പഠിച്ചു തീർന്നുവെന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പിന്നെ ഉള്ള 1 മന്തിലേക്കും എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് തീരുമാനിച്ചത് മോക്ക് ടെസ്റ്റിന്റെ മാർക്ക് അനുസരിച്ചാണ്. ഇവിടുത്തെ ഫാക്കൽറ്റീസ് എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. അക്കൗണ്ട്സ് പഠിപ്പിച്ച അമൽ വിജയൻ സാറാണെങ്കിലും പഠിപ്പിച്ച ജെറിൻ സാറാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഇങ്ങനൊരു റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതല്ല. റിസൾട്ടിന്റെ വന്ന ദിവസമാണെങ്കിലും രാവിലെ ഇന്റർ പാസ്സായി എന്നേ അറിഞ്ഞുള്ളായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പപ്പ നോക്കിയപ്പോഴാണ് ഓൾ ഇന്ത്യ റാങ്ക് ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും വളരെ ഹാപ്പിയായി. അപ്പം അത് വളരെ നല്ലൊരു മൊമെന്റ് ആയിരുന്നു. മാക്സിമം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാനായിട്ട് ശ്രമിക്കുക. സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോയാൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ നമുക്ക് സാധിക്കും.